ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സലാം, ഇസ്തിസ്ന എന്നീ കോൺട്രാക്റ്റുകളെ പരിചയപ്പെട്ടു. നമുക്കറിയാം, ഇസ്തിസ്ന ഈസ് എ മാനുഫാക്ചറിങ് കോൺട്രാക്റ്റ്. ഇൻ ദിസ് കോൺട്രാക്ട് നത്തിങ് ഈസ് എക്സ്ചേഞ്ച്ഡ് ഓൺ സ്പോട്ട്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. പക്ഷേ അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഒന്നും തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഫ്യൂച്ചർ ഡേറ്റിലാണ് അതിൻ്റെ പേയ്മെൻറ്റും പ്രോഡക്റ്റിൻ്റെ ഡെലിവറിയും ചെയ്യുന്നത്. അത്തരം കോൺട്രാക്റ്റുകളാണ് ഇസ്തിസ്ന എന്ന് പറയുന്നത്. ഇസ്തിസ്നയുടെ കണ്ടീഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് പാരലൽ ഇസ്തിസ്ന എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇസ്തിസ്നയുടെ മറ്റൊരു ഫോമാണ് പാരലൽ ഇസ്തിസ്ന. അണ്ടർ ദിസ്, ആൻ ഇസ്ലാമിക് ബാങ്ക് മേ എൻ്റർ ഇൻ ടു ആൻ ഓർഡിനറി ഇസ്തിസ്ന കോൺട്രാക്ട് with a customer in which the bank act in the capacity of a manufacturer. In order to procure the object of istisna, the bank enters into a parallel istisna contract with a manufacturer acting in the capacity of a purchaser. By the second contract, the bank can fulfill its contractual obligations towards the customer in the first contract. The first and second contract should never be connected. പാരലൽ ഇസ്തിസ്ന എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് ബാങ്ക് രണ്ട് ഇസ്തിസ്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ആദ്യത്തെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമറും ഇസ്ലാമിക് ബാങ്കും തമ്മിലുള്ള കോൺട്രാക്റ്റ്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഒരു ഇസ്തിസ്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് നൽകാം എന്നുള്ളൊരു കോൺട്രാക്റ്റിൽ അവർ ഏർപ്പെടുകയാണ്. പിന്നീട് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് ബാങ്ക് മറ്റൊരു മാനുഫാക്ചറുമായിട്ട് വീണ്ടും ഒരു ഇസ്തിസ്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഫ്യൂച്ചർ ഡേറ്റിൽ ഈ മാനുഫാക്ചർ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് കിട്ടിയ ശേഷം ആ പ്രോഡക്റ്റിന് കസ്റ്റമറിലേക്ക് ഡെലിവർ ചെയ്യുന്നു. എന്നുവെച്ചാൽ ഇസ്ലാമിക് ബാങ്ക് എന്നീണ്ട് രണ്ട് ഇസ്തിസ്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഒന്ന് ബാങ്കും കസ്റ്റമറും, മറ്റൊന്ന് ബാങ്കും മാനുഫാക്ചറും. ഈ രണ്ട് കോൺട്രാക്റ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഒരിക്കലും രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ പാടില്ല. ഇതിനാണ് പാരലൽ ഇസ്തിസ്ന എന്ന് പറയുന്നത്. ദെൻ ഏരിയ ഓഫ് അപ്ലിക്കേഷൻ ഓർ പൊട്ടൻഷ്യൽസ് ഓഫ് ഇസ്തിസ്ന. ഇസ്തിസ്ന കോൺട്രാക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. എവിടെയെല്ലാം ഇസ്തിസ്ന കോൺട്രാക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഫിനാൻസിങ് ദി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. ഹോസ്പിറ്റൽ, സ്കൂൾ പോലുള്ള ബിൽഡിങ്ങുകളുടെ ആവശ്യത്തിന് നമ്മൾ ഇസ്തിസ്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. സെക്കൻഡ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് റെസിഡൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ ഏരിയ ആൻഡ് ഹൗസിംഗ് ഫിനാൻസ് സ്കീം. ഹോം ഫിനാൻസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട, വീടാവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നമ്മൾ ഇസ്തിസ്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. തേർഡ് വൺ, ഫിനാൻസിംഗ് ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസ് സച്ച് ആസ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി എക്സെട്ര. എയർക്രാഫ്റ്റ്, ഷിപ്പ് ബിൽഡിംഗ് പോലുള്ള ഇൻഡസ്ട്രികളുടെ ആവശ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്തിസ്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മെയിനായിട്ട് ബിൽഡിങ്ങുകളുടെ പർപ്പസിന്, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ പോലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇസ്തിസ്ന കോൺട്രാക്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ദെൻ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇസ്തിസ്ന ആൻഡ് സലാം. ഇസ്തിസ്നയും സലാമും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ഇസ്തിസ്ന ദി സബ്ജക്റ്റ് ഓഫ് ഇസ്തിസ്ന ഈസ് ഓൾവേസ് എ തിങ് വിച്ച് നീഡ്സ് മാനുഫാക്ചറിങ്. പുതിയതായിട്ട് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന കേസുകളിലാണ് നമ്മൾ ഇസ്തിസ്ന കോൺട്രാക്റ്റ് യൂസ് ചെയ്യുന്നത്. നിലവിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഒരിക്കലും ഇസ്തിസ്ന കോൺട്രാക്റ്റ് ഏർപ്പെടില്ല. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമുള്ള പ്രോഡക്റ്റുകൾക്ക് മാത്രമേ നമ്മൾ ഇസ്തിസ്ന കോൺട്രാക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. In Salam, the subject can be anything, whether need manufacturing or not. സലാം കോൺട്രാക്റ്റ് പ്രകാരം പ്രോഡക്റ്റ് പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് മുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സലാം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇൻ ഇസ്തിസ്ന ദി പ്രൈസ് ഇൻ ഇസ്തിസ്ന ഡസ് നോട്ട് നെസസറിലി നീഡ് ടു ബി പെയ്ഡ് ഇൻ ഫുൾ ഇൻ അഡ്വാൻസ്. ഇസ്തിസ്ന പ്രകാരം മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ക്യാഷ് കൊടുക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നത്തിങ് ഈസ് എക്സ്ചേഞ്ച് ഓൺ സ്പോട്ട്. നോർമലി ഇതിൻ്റെ അഗ്രിമെൻ്റ് പ്രകാരമുള്ള ക്യാഷ്, അതിൻ്റെ പ്രൈസ് ഫ്യൂച്ചർ ഡേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ സലാം കോൺട്രാക്റ്റിലോ ദി പ്രൈസ് ഹാസ് ടു ബി പെയ്ഡ് ഇൻ ഫുൾ ഇൻ അഡ്വാൻസ്. അക്കോർഡിംഗ് ഓർത്ത് വെക്കുക, പ്രൈസ് ടുഡേ ഗുഡ്സ് ടുമോറോ എന്നുള്ളതാണ്. ഇന്ന് തന്നെ നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇസ്തിസ്നയിൽ എന്താണ്? നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിലാണ് പ്രൈസ് കൊടുക്കുന്നത്. തേർഡ് വൺ, ടൈം ഓഫ് ഡെലിവറി ഓഫ് ഇസ്തിസ്ന പ്രോഡക്റ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി ഫിക്സ്ഡ്. ഇസ്തിസ്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആണ്. പുതിയതായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ മുകളിലാണ് ഇസ്തിസ്നയിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈം ഓഫ് ഡെലിവറി നമ്മൾ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല.
പക്ഷേ സലാം കോൺട്രാക്റ്റിലോ ടൈം ഓഫ് ഡെലിവറി ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി സെയിൽ. നിർബന്ധമായിട്ടും ഏത് ടൈമിൽ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യും എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ലാസ്റ്റ് വൺ, ഇൻ ഇസ്തിസ്ന ദി കോൺട്രാക്ട് ക്യാൻ ബി ക്യാൻസൽഡ് ബിഫോർ ദി മാനുഫാക്ചറർ സ്റ്റാർട്ട് വർക്കിംഗ്. മാനുഫാക്ചറർ ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. പക്ഷേ സലാമിലോ ദി കോൺട്രാക്ട് കനോട്ട് ബി ക്യാൻസൽഡ് യൂണിലാറ്ററലി. ഒരു പാർട്ടിക്ക് ഒരിക്കലും ആ കോൺട്രാക്റ്റിൽ നിന്ന് സ്വമേധയിൽ ഒഴിഞ്ഞു മാറാൻ പാടില്ല. രണ്ടുപേരും തീരുമാനിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കോൺട്രാക്റ്റ് അവിടെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സലാം ഇസ്തിസ്ന തമ്മിലുള്ള ഡിഫറൻസസ്.